ഇന്ന് നമുക്കൊരുണ്ടല്ല ഒരു ഈ മിനി വ്ലോഗ് തന്നെ കണ്ടുവെക്കുക. ഇന്ന് വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള ഒരു വ്ലോഗ് കിട്ടുക. ഇതാ ചാച്ച വന്നിട്ടുണ്ട്. ഇപ്പുറം നോക്കുമ്പോൾ ഇച്ച വന്നിട്ടുണ്ട്. സ്നേഹം കൂടിയത് കൊണ്ടോ കുറഞ്ഞത് കൊണ്ടോന്ന് അറിയില്ല. ഇച്ച മാമാൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ കോളാക്കിയിട്ടുണ്ടായിരുന്നു, നീ ബോ ഇങ്ങോട്ട് നിന്ന്. അപ്പോഴത്തേക്ക് ഞാൻ ഉച്ചക്ക് ഉറക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ ഇപ്പം വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉച്ച ഉറക്ക്. പിന്നെ ഉണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇതാ വന്നിട്ട് എന്നെ ഉറക്കം നെടുപ്പിച്ചിട്ട് അവൻ കൂട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇതിട്ട് മാമാൻ്റെ വീട് അടുത്തായത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ പോകുന്നുണ്ട് കേട്ടോ. ഇല്ല, മാമനവരും ഉമ്മാനവരും ഒന്നിച്ചിട്ടുണ്ടായത്. സോ ഇപ്പോൾ വേറെ താമസമായിട്ടാ. മാമനവർ വേറെ, ഉമ്മാനവർ വേറെ. സോ ഈ ചെക്കനെ കണ്ട എത്ര ചെറിയ ചെക്കനെ അപ്പോഴത്തെ താടി വെച്ചിട്ട് വലിയ തൊണ്ടന്മാരാവാനാ നോക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഇച്ച താടി എടുക്കണം, എന്നാൽ നല്ല കാണാൻ നല്ല ഉണ്ടാവും. ഈ താടി വെച്ചിട്ട് നമ്മൾ കാണുമ്പോണ്ടല്ലേ ഈ എൻ്റെ കയ്യിൽ നിന്ന് എത്ര ഭയത്തിൽ കിട്ടുമെന്നറിയാം. ഹയസ്റ്റ് എനിക്ക് ഭയത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടലെന്ന് പറഞ്ഞെങ്കിൽ ഈ കാര്യത്തിൽ മാത്രമായിട്ടാ. ഇതാ ചാച്ച വന്ന ചാച്ച വണ്ടി എടുത്തിട്ട് നേരെ പോയിട്ടാ. പിന്നെ അതേ കണിക്കുണ്ടല്ലോ, സ്കൂളിൽ പോകുമ്പോൾ എന്നെയും ഇച്ചനെ നോക്കുമ്പോൾ ഞാൻ ഏട്ടത്തിന്ന് പറയൂ കേട്ടോ, അവനെ അനിയനെ പറയൂ. സോ എന്തെന്നറിയില്ല, ഇപ്പോൾ അറിയില്ല, അങ്ങനെ തോന്നുന്നുണ്ടാ എന്നെ ഏട്ടത്തിനെ കണിക്ക് തോന്നുന്നുണ്ടാ. പക്ഷേ ഇപ്പം ഉണ്ടല്ലോ കുറേ കാര്യം ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ അനുസരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എപ്പോഴും അടിയായിരിക്കും. അടിയെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ പഠിച്ചോനെ ചെറുത് മുതലേ ഉണ്ടല്ലോ തല്ലോട് തല്ല്. ഈ ഡബ്ല്യു നമ്മൾ അപ്പോൾ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ടായിട്ട് നമ്മളെ ഫാമിലി മൊത്തത്തിൽ എല്ലാവരും ഒന്നിച്ച് ചേർന്നിട്ട് ഡബ്ല്യു നോക്കും. സോ അത് കണ്ടിട്ട് നമുക്ക് രണ്ടാൾക്ക് ഫൈറ്റ് ആവും. ഓന് തച്ചിട്ട് പോവും, പിന്നെ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് എനിക്കടി, അങ്ങനത്തെ ഒരു കുറേ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫൈറ്റ് ആവും. കുറച്ച് വലുതായിട്ടാകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു 18-19 വയസ്സാകുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ സ്ട്രോങ് ആയി, നമ്മളെ ഫൈറ്റ് കുറച്ച് സ്ട്രോങ് ആയി. പിന്നെ ഒരു മാസം ചൊടിക്കൂ, ഒരു കൊല്ലം ചൊടിക്കൂ. ലാസ്റ്റ് ഒരു 2 ഇയർ എന്തോ നമ്മൾ ചൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും നമുക്ക് അപ്പുറം ഇപ്പുറം ഭയങ്കര ഈഗോ പ്രോബ്ലം ഉണ്ട്. അത് വേറെ കാര്യം. ഓനെ സമ്മതിച്ച് ശരിയില്ല, ഞാൻ സമ്മതിച്ചിട്ട് ഓടിക്കില്ല. ഓനെ കൊണ്ട് ഞങ്ങൾക്ക് കുറേ തല്ലെല്ലാം കിട്ടും കേട്ടോ. സോ ഇപ്പോൾ ഭയങ്കര സ്നേഹം. പക്ഷേ ഇപ്പം കുരുത്തക്കടന ഒരു കുറവില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ ചൂര് ഇതില്ല. പെരക്കെത്തിപ്പാട് ചണ്ട തന്നെ, അടിയോടെ അടി. പിന്നെ ഇതാ ഈടെ എത്തിയിട്ട് പിള്ളമാർ കളിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് നേരം മാമനോട് സംശയം, മാമക്ക് ഒട്ടും കഴിയുന്നുണ്ടായി. ചേട്ടാ കടന്നുകൊണ്ടുണ്ടായിരുന്നു, ഭയങ്കര ടയർഡ്നെസ്സും വയ്യ മാമക്ക്, അങ്ങനെ കിടക്കുന്നുണ്ടായിന്. പിന്നെ ഇതാ നമ്മളെല്ലാവരും എല്ലാത്തിനും മുറ്റത്ത് ഇട്ടിച്ചുള്ളത് കേട്ടോ. അപ്പോഴത്തേക്ക് ഇന്ന് ഷെസുൻ്റെ മിലാദിൻ്റെ പാട്ട് ഉണ്ട് കേട്ടോ. സോ അതുകൊണ്ട് ഇച്ചവും ബാബിൻ്റെ അവർ നേരത്തെ പോയി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്നില്ല കേട്ടോ. അങ്ങനെ ഇന്ന് നൈറ്റ് നമുക്ക് എന്താ പറയുക ഷെസുൻ്റെ മിലാദ് പാട്ട് കേൾക്കാൻ പോവാട്ടാ. എന്താ പറയുക, ഇപ്പം നേരെ ഞാൻ വീട്ടിൽ പോകുന്നില്ലത്. ക്ലൈമറ്റ് കണ്ട എൻ്റെ റബ്ബേ എന്ത് രസമെന്നറിയോ. പക്ഷെ ഇപ്പം എന്തെന്നറിയോ, നമ്മൾ പേരൻ്റെ ഉള്ളിൽ മുറ്റത്തിരുന്നെങ്കിൽ ഈ കണ്ണ് മൊത്തത്തിൽ കാണുന്നുണ്ടായിന്. ഇപ്പോൾ കുറേ ചെടിയായത് കൊണ്ടുണ്ടല്ലോ നമുക്ക് നേരെ മനസ്സിലാവുന്നില്ല മുമ്പത്തെ കണ്ടങ്ങനൊന്നും. പക്ഷെ ബാർപ്പിൻ്റെ മുകളിലെത്തണം. എൻ്റെ പൊന്നെ വൈകുന്നേരമല്ല ഇരിക്കാൻ എന്ത് രസം എന്നറിയോ. പിന്നെ എന്താ കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് അതിനും എൻ്റെക്കാളും മുമ്പിൽ നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ ഞാൻ ഈ നിസ്കാരം സ്റ്റാർട്ടാക്കുമ്പോഴത്തേക്ക് ഓനെ എല്ലാ റഹത്തും നിസ്കാരം കഴിഞ്ഞ് പിന്നെ എന്താ പറയല്, പിന്നെ ദുവാവും സലാത്തല ചൊല്ലിയിട്ട് ഓന് ഓക്കെ ആയിട്ടാ. പിന്നെ എന്താ പറയല്, ഉമ്മ താഴ്ന്ന് പത്തൽ ചുടുന്നുണ്ടായിരുന്നു കേട്ടോ. പത്തൽ ചുട്ടിട്ട് പിന്നെ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ എന്താ പറയല്, നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ പോവാൻ നിൽക്കുന്നില്ല ചേട്ടാ. അപ്പൻ്റെ ഭാവി കോളാക്കിനെ അച്ചോന്നി വന്നിട്ട് നമ്മൾ പോകുന്നുണ്ടെന്ന് അറിയിച്ചാൽ പറഞ്ഞാൽ വരുന്നുണ്ടെന്നല്ല പറഞ്ഞിട്ട് തകുന്ന. അപ്പോഴത്തേക്ക് ഈ ഡോറ് മുകളിൽ ലോക്കാക്കല് എനിക്ക് പറ്റിയില്ല കേട്ടോ. മുകളിൽ ലോക്കാക്കി ഞാൻ ഒരിക്കൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ബാക്ക് സൈഡിൽ നിന്ന് ഓപ്പൺ ആക്കി ഞാൻ മുമ്പിൽ പോയത്. എന്നെ കൊണ്ട് പറ്റുന്നേയില്ല കേട്ടോ, ഭയങ്കര ഡയിച്ച്. അങ്ങനെ ഒരു വിധം ഞാൻ ഈ ഡോറ് ഓപ്പൺ ആക്കി. പിന്നെ നമ്മൾ രാത്രി ആയിട്ടുണ്ട്, ഒരു 7:30 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് പണ്ടല്ല എന്ത് രസം എന്നറിയോ. ഇപ്പോഴത്തെ എനിക്കൊരു വായ്പായിട്ട് കിട്ടിച്ച കേട്ടോ. എന്താ വെച്ചെങ്കിൽ ഒരു രസമായിട്ട് തോന്നിയിട്ടാ മിലാദ്. ഒന്നാമത് മിലാദിൻ്റെ അന്ന് ഞാൻ ഹോസ്പിറ്റലിലും എന്നെ അഡ്മിറ്റ് ആക്കിയിട്ട്. രണ്ടാമത് എന്താ വെച്ചെങ്കിൽ നമ്മളെ ഈ നാട്ടിൽ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. മിലാദിൻ്റെ അന്ന് രാത്രി അങ്ങനെ എല്ലാ ഫംഗ്ഷനും ഉണ്ടാവും കേട്ടോ. എന്ത് രസം എന്നറിയോ. രാവിലെ ഫുള്ള് ജാഥ നോക്കലും രാത്രി പാട്ടോക്കലും അതൊരു വേറെ തന്നെ. നമ്മൾ നാട്ടിലെല്ലാം കുഞ്ഞ് ജാഥേട്ടാ, കുഞ്ഞ് പാട്ട് എന്ന് വെച്ചെങ്കിൽ കുറച്ച് ആൾക്കാരുള്ളതല്ലേ. നമ്മുടെ നാട്ടിൽ 30 പേരെ അങ്ങനെ ഉണ്ടായിട്ടു കേട്ടോ. സോ അതിലുള്ള അത്ര ചെറിയ ചെറിയ പിള്ളമാർ, കുറച്ച് അതിലുള്ള ആണുങ്ങൾ, അങ്ങനെ ഒരു എത്ര പറയുക
ഒരു 40-50 ആൾക്കാരുണ്ടാവും. അവിടുന്ന് ആ അപ്പുറത്തെ ഒരു ഏരിയയിൽ പോകും, അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരും. അത്രയും ജാഥ ഉണ്ടാവും കേട്ടോ. സോ എന്താ പറയുക, ഈടെ വന്നേ പിന്നെയാണ് ഞാൻ കണ്ടത് ജാഥ. എൻ്റെ അല്ലാ, എന്തെന്ന് ഓരോരോ പള്ളിയിൽ നിന്ന് തന്നെ ഒരു 200-300 ആൾക്കാരും സ്കൗട്ടും അതും ഇതും. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ ഇങ്ങോട്ട് ടൗണിലെ ഏരിയയിൽ തന്നെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആയിട്ട് ചെറിയൊരു ജാഥ പോകും എല്ലാവരും കൂട്ടിയിട്ട് തക്കബീർ ചൊല്ലിക്കൊണ്ട്. ഇവിടെ ഇപ്പോൾ പണ്ടും തക്ബീറുണ്ട്, ഇതിലും തക്ബീറില്ല എന്നല്ല. പക്ഷെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അടുത്തുന്നവരെ ഇങ്ങനെ തക്ബീർ ചൊല്ലിക്കൊണ്ട് അങ്ങനെ ഇങ്ങനെയല്ല പോകട്ടാ, നല്ല രസം. എൻ്റെ പിന്നെ ഈ കുറി എന്താ പറയുക, ഷസുന് പാട്ടുമുണ്ട്, 2 പാട്ടുണ്ട് കേട്ടോ. ഒന്ന് ഗ്രൂപ്പ് സോങ്ങും ഒന്ന് ഒറ്റക്കുള്ള സോങ്ങും. പക്ഷെ കോമഡി ഉണ്ട് ചെക്കൻ്റെ. ആടെത്തി പാട്ടെല്ലാം തുടങ്ങിയിട്ടാണ്. ഞാൻ കുറച്ച് പാട്ട് കേൾപ്പിച്ചരാം. അങ്ങനെ കുറച്ച് പാട്ടിട്ടാണ് ഞാൻ ആഡാക്കിയിട്ടുള്ളത്. ഫുള്ള് ആഡാക്കിയെങ്കിൽ ഫുള്ള് 2-3 മണിക്കൂറുണ്ടാവും. പിന്നെ ഇതാ ഷെസു സ്റ്റേജിൽ നിന്നിട്ടാ ഞാൻ ഫുൾ ടെൻഷനായി. അപ്പോഴത്തേക്ക് ഉസ്താദ് ഓനോട് പാട്ട് പാടാൻ പറയുന്നുണ്ടായതിട്ടാ. പക്ഷെ ഓൻ എന്താക്കി, ഓനക്ക് പേടിയാന്ന്, എനിക്ക് ചുമ വരും, ഞാൻ പാടുന്നില്ല എന്ന് പറഞ്ഞു. ഇതൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഓൻ നേരെ വന്ന് ഞാൻ വിഷയം എന്തേലും ഉസ്താദ് പറഞ്ഞു അല്ല പാടാൻ പറഞ്ഞിട്ടുണ്ടായതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ല ഭയങ്കര പാടെന്ന് പറഞ്ഞു ഞാൻ പോയത്. കുറച്ച് ടൈം കൊണ്ടല്ലേ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് പാട്ടില്ല കേട്ടോ. ലാസ്റ്റ് എല്ലാവരും പാട്ട് കഴിഞ്ഞ് ഫുൾ ടെൻഷൻ തന്നെ പറഞ്ഞാൽ കുഞ്ഞ് പഠിച്ചിട്ട് പാട്ടില്ല എന്തെല്ലോ ടെൻഷൻ. ലാസ്റ്റ് ആ ഉസ്താദിനെ കോളാക്കിയിട്ടോ. പിന്നെ ദീദി അവിടെ പോയിട്ട് പിള്ളമാരോട് പറഞ്ഞിട്ട് സ്റ്റേജിൽ അവരോട് പറഞ്ഞിച്ച്, എന്നിട്ട് അവർ പറഞ്ഞല്ലോ അവൻ പാടുന്നില്ല എന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഉസ്താദ് കോളാക്കിയിട്ടാ ബാബിക്ക്. അവനോട് കുറേ പറഞ്ഞു നമ്മ പാടുന്നില്ല, നിങ്ങൾ ബേജാറാണ്ട, ഒരു പാട്ട് പാടിയല്ലേ എന്നല്ല പറഞ്ഞിട്ട്. അപ്പോൾ ഒരു സമാധാനമായിട്ട് അതുവരെ ഭാവി 4 മക്കളെ കൂട്ടിക്കൊണ്ട് വന്നിന്. എന്താ വെച്ചെങ്കിൽ അവന് പാട്ടിലൊക്കെ കേൾക്കാനായിട്ട് ചെറുതല്ലേ. അപ്പോൾ അവൾക്ക് ബേജാറായിപ്പോട്ടെ, എന്താപ്പാ അവനിനും എനിക്ക് പാട്ട് നേരെ അറിയാത്ത കൊണ്ടായിരിക്കും പഠിപ്പിച്ചിട്ട് അങ്ങനെ നല്ല ടെൻഷനായിട്ടാണ്. പക്ഷെ അതിൽ ഓൻ തന്നെ പാടുന്നില്ല എന്ന് പറഞ്ഞത് കേട്ടോ. ചുമ വീരും അങ്ങനെയല്ല പറഞ്ഞിട്ട് എന്തോ ഒരു ചെക്കൻ തന്നെ. പിന്നെ ഇതാ ഇപ്പം കുടിക്കുന്ന തോന്നുന്ന നല്ല സാധനം ഇരുന്ന് ഫ്രീ ആയിട്ട് കിട്ടിയെത്തിട്ടോ. ലേസ്, കടലക്കാച്ചി, എന്തെല്ലോ ഐറ്റംസ് ഉണ്ടായിന് കേട്ടോ. എൻ്റെ റബ്ബേ, അത് ഹൈലൈറ്റ് കേട്ടോ. ഫ്രൂട്ട്സ്, ബത്തക്ക, പപ്പായ, പിന്നെ എന്ത് പറയല്, കക്രിക്ക, എന്തെല്ലോ ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ടായിന്. അതേ കണിക്ക് എന്താ പറയുക ചോക്ലേറ്റ്സ്, അങ്ങനത്തെ കുറച്ച് സ്നാക്സ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതിനെ കുറച്ച് കിട്ടി ഇങ്ങനെ തിന്നുകൊണ്ട് ഇരിക്കുക. പിന്നെ എന്താ പറയുക, പണ്ട് എൻ്റെ ഇച്ചക്ക് ഒരു പാട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പറയും എടാ പാടുന്നു, നമ്മൾ മുമ്പിലൊന്നും പാടില്ല, അത് നിങ്ങളൊന്ന് കേൾക്കണ്ട, ഞാൻ സ്റ്റേജിൽ നിന്ന് പാടിക്കോളൂ എന്നല്ല പറഞ്ഞിട്ട് പാട്ട് ഒപ്പിക്കാം. ഗ്രൂപ്പ് സോങ്ങൊക്കെ കിട്ടും കേട്ടോ, ഒറ്റയ്ക്കുള്ള പാട്ട് കൊടുക്കില്ല. എൻ്റെ പൊന്നെ ഇപ്പോഴും സഹിക്കാൻ പറ്റുന്നില്ല. ചെറുതുണ്ടാകുമ്പോൾ പിള്ളമാരെല്ലാം ആടുന്നത് അച്ചാക്കാട്ടിനും. അതുകൊണ്ട് ഓനുണ്ടല്ല. പിന്നെ എനിക്ക് പ്രസംഗം കൊടുക്കും. എൻ്റെ എന്ത് രസം എന്നറിയാം എനിക്ക് കേൾക്കാൻ. ഇപ്പോൾ അതേ കാണിക്കാൻ കേട്ടോ. ഇപ്പോൾ എന്തെല്ലോ തട്ടിക്കൂട്ടിയിട്ട് തന്നെ ഒരു പ്രസംഗം പറയും. സോ ഇപ്പോൾ ഓൻ്റെ മോനെ മദ്രസയിൽ വന്നിട്ട് പാട്ടെല്ലാം പാടുന്നു പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ. നമ്മ ഇന്ന് മദ്രസയിൽ പോകുന്ന ആ ഫീല് കിട്ടിയിട്ടാ. പക്ഷെ കോമഡി എന്തെന്നറിയാം, നല്ല ആഗ്രഹിച്ചിട്ടാണ് വന്നത്. നല്ല പാങ്ങിൽ ലാസ്റ്റ് കഴിയുന്നവരെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിനിടയിൽ അയനെ പറ്റിച്ചിട്ട അയനൊരിക്കൽ നേരെ റോട്ടുമ്പോൾ പോയി. ഞാൻ ഇവർ സ്റ്റേജിൽ ഈ മുമ്പിലേതാ ഈ കാണുന്ന ഈ സ്ഥലത്തെല്ലാം ആണെങ്കിൽ മുമ്പിൽ പാഞ്ഞു കൊടുക്കുന്നുണ്ടായത് കേട്ടാ. ഒരിക്കൽ എന്തായാലും വഫുട്ടിനെ ഉണ്ടായിക്കൊണ്ട് അവരെ കൂടെ എന്നെ കളിക്കുന്നുണ്ടായിന്. കുറച്ച് കഴിഞ്ഞിട്ട് എന്തായെന്ന് വെച്ചാൽ അവർ 2 ആളുണ്ട്, അതിനെ കാണുന്നില്ല. തപ്പിട്ട് പോകുമ്പോഴത്തേക്ക് ഇതാരും ഓട്ടുമ്പോൾ കിടക്കുന്നു. ആടിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ടാക്കിയിട്ടാകുമ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞുമ്പോഴത്തേക്ക് എന്താ പറയുക, അയനെ പിന്നെയും മിസ്സായി. പിന്നെ നോക്കുമ്പോഴത്തേക്ക് കളിക്കുന്നുണ്ടായിന്. പിന്നെ മിസ്സായിട്ടാകുമ്പോഴത്തേക്ക് കുഞ്ഞാടിയില്ല,
ഒരു പെരക്കും ഇല്ല. ബാക്കിലത്തെ മൂത്തമ്മൻ്റെ പെരക്കില്ല, അപ്പുറത്തെ കഴിഞ്ഞാൻ്റെ പെരക്കില്ല, മദ്രസേൻ്റെ ഉള്ളിൽ ഏടില്ല കേട്ടോ. ഫുൾ ടെൻഷനായി ഞാൻ. അക്ക ഒന്നും തിരിയുന്നില്ല. ലാസ്റ്റ് ഞാൻ തപ്പിക്കൊണ്ട് സ്റ്റേജിൻ്റെ ആ സൈഡിൽ പോകുമ്പോഴത്തെ ഞാൻ നാണക്കെട്ടിട്ട് പോയത്. എന്ന് വെച്ചെങ്കിൽ ആണുങ്ങൾ മൊത്തം ഉണ്ടായി. ലാസ്റ്റ് ആണുങ്ങൾ ചോദിച്ചു നമ്മളെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ കാണുന്നില്ല എന്ന് വെച്ചു. എന്നിട്ട് ആണുങ്ങളെ കുറച്ച് തപ്പിട. അപ്പോഴത്തേക്ക് ഇത് ആ സ്റ്റേജിൻ്റെ ഇടയിലേ പെയ്യുന്നുണ്ടായിന് കേട്ടാ. എൻ്റെ അല്ലാ, എനിക്ക് ഒരിക്കണ്ടല്ലോ എനിക്ക് പെരക്ക. ഒന്നാമത് നമുക്ക് പുറവേദന സഹിക്കാൻ പറ്റുന്നുണ്ടായിട്ടോ. ഒന്നാമത് ബാക്കിലേ പാഞ്ഞ് പാഞ്ഞ് പാഞ്ഞ്. പിന്നെ അതേ കണക്ക് എന്നെ മാത്രമല്ല കേട്ടാ, ഉമ്മാനെ കിട്ടുമ്പോൾ ഉമ്മാനെ അതാപത്തിച്ചിന്. പിന്നെ ലാസ്റ്റ് ഒരിക്കൽ കാണാതായി. ഫുള്ള് തപ്പിട്ട് നോക്കുമ്പോഴത്തേക്ക് ഉമ്മാവും ഞാനും മൂത്തമ്മൻ്റെ പെരക്കുണ്ടായിന്. മൂത്തമ്മൻ്റെ പെര അവിടെ തന്നെ കേട്ടാ, ജസ്റ്റ് തൊട്ടിപ്പുറം ആ പള്ളിയിലേത്. പിന്നെ ഇതാ നേഹവും വഫുട്ട് എന്തോ ഫൈറ്റ് ആക്കുന്നില്ല കേട്ടോ കാര്യമായിട്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ ഉമ്മനോട് പറഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലും പോകുന്നു, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അതിനെ കൊണ്ട് കഴിയുന്നുണ്ടായിട്ടാ. അതിനിടയിൽ അയനൊരു കൊക്കപ്പണി അടിച്ചിട്ട് കൂട്ടിയത്. എൻ്റെ ഫ്രണ്ടിൻ്റെ മോള് അവരൊരു ഗ്യാങ്ങായിട്ട് ഇരുന്നിട്ട് എന്തോ സ്നാക്സ് തിന്നിട്ട് കളിക്കുന്നത് എന്തോ ഓപ്പൺ ആക്കുമ്പോഴത്തെ അയനെ പോയിട്ട് അവരെ കയ്യിൽ നിന്ന് ആ കളിക്കുന്നത് കൊണ്ടുപോയി. അല്ലാ, ആ കുഞ്ഞ് വന്നിട്ട് എന്നോട് പറയുമ്പോൾ ക്യൂട്ടായിട്ട് തോന്നിയിട്ടാ. അയ്യാനോ എന്നെ കളിക്കുന്ന കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അയ്യോ നല്ല രസമുണ്ടായി. പിന്നെ ഓനെ തപ്പിട്ട് പോയല്ലേ. അപ്പോഴത്തേക്ക് കഴിഞ്ഞാൻ്റെ പേർക്ക് എല്ലാവരും എന്നിട്ട് കളിക്കുന്നുണ്ടായിട്ടാ. ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും എടുത്തിനാ മോനെ. അപ്പോൾ ഓനെ പോക്കറ്റിലില്ല, കിച്ചലില്ല. അപ്പോഴത്തേക്ക് ഓനെ എവിടെയോ ചാടി സംഭവം. എനിക്കറിയില്ലല്ലോ ഇത് എങ്ങനത്തെ അറിയാം. പച്ച കളർ എന്ന് പറഞ്ഞിട്ട് അറിയാം, എങ്ങനത്തെ സംഭവം എന്നറിയില്ല. തപ്പലോടെ തപ്പിയിട്ടേ ലാസ്റ്റ് ഞാൻ ചെമ്മുനോട് പറഞ്ഞ് ചെമ്മു എന്തറിയാം ഇങ്ങനെ സംഭവം നീ തപ്പെന്ന് പറഞ്ഞു. ഓളും തപ്പി ഫസ്റ്റ് കിട്ടിയിട്ടാ. പിന്നെ ഞാൻ തപ്പാൻ തുടങ്ങി. ലാസ്റ്റ് കുഞ്ഞി കവർ ആടെ വീണിട്ടുണ്ടായിരുന്നു കേട്ടാ. അതിന്ന് ചുമ്മാ ഇതായിരിക്കും. പിന്നെ കുഞ്ഞിനോട് പറഞ്ഞ് ഇതാ മോളെന്ന് അറിയുമ്പോഴത്തേക്ക് തന്നെയെന്ന് പറഞ്ഞു കേട്ടാ. അപ്പോൾ ഒരു സമാധാനമായി. എൻ്റെ പഠിച്ചോനെ ഇതിട്ട് കഴിഞ്ഞതിൻ്റെ പെരെന്ന് പറഞ്ഞത് ഈ മുട്ടത്തിലാണ് എല്ലാവരും കളിക്കുന്നുണ്ടായത്. പക്ഷെ നമ്മൾ പാത്തും ജാജി അവർ ഏട് പൊന്നുണ്ടായിട്ടെ. ഞാൻ പറഞ്ഞാൽ അവിടെ സ്നാക്സ് ഉണ്ട് മക്കളെ, എടുത്തിട്ട് കഴിക്കുക. അവിടെ ഫ്രൂട്ട്സിൻ്റെ അടുത്ത് ഏട് പൊന്ന് അങ്ങോട്ട് പോകുന്നുണ്ടായിട്ടാ. അവിടെ കളിക്കുന്നൊന്നും ഉണ്ടായിട്ടാ. ലാസ്റ്റിലൊക്കെ ഉമ്മൻ്റെ അലമ്പാക്കാൻ തുടങ്ങി. പിന്നെ ഇവിടെ ഇത് ഡോണറ്റ്സ് അങ്ങനത്തെ ഇതെല്ലാം സെയിലാക്കുന്നുണ്ടായിട്ടാ, കേക്കെല്ലാം. പിന്നെ എന്താ ഫ്രൂട്ട്സ്. എനിക്ക് ഇങ്ങനെ ഞാൻ പോകുമ്പോഴില്ല ഫസ്റ്റ് ഒരുപ്പോൾ ഫുള്ള് ലെഗ്സിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു സ്നാക്സ് ആയിട്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ പീടയില്ല, കാല് അതിൻ്റെ ബോക്സ് മാത്രമേ ഉണ്ട്. അതിനിടയിൽ വാഫിട്ട് എനിക്കുണ്ടല്ല കക്കരിക്കും. പിന്നെ എന്താ പറയുക ഇത് മറ്റേ അതെല്ലാം അച്ചാറിട്ടിട്ട് കൊണ്ടു തന്നിട്ടാ. അതും കഴിച്ച് പിന്നെ അത് എല്ലാവർക്കും സമ്മാനം കൊടുക്കുന്നതില്ലത് കേട്ടോ. ഗ്യാസ്, ഫ്രൈ ഫാന്, അങ്ങനത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം, ജഗ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. സോ അത് കൊടുക്കുമ്പോഴത്തേക്ക് വീണ്ടും എൻ്റെ ചെക്കനെ കാണാതായി. അല്ല, ഓനെ തപ്പലിട്ടാ എനിക്ക് പണി ഉണ്ടായത്. പിന്നെ ഇതാ നമ്മൾ ഷെസിന് ഈ ഒരു ഫ്രൈ ഫാൻ ഇട്ടാ കിട്ടിച്ചുള്ളത്. ഭാഗ്യം ഇതായും കിട്ടിയല്ല, ഒരു സമാധാനം. പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഈ വലിയ അവർ പാട്ടുണ്ടായിന് കേട്ടാ. അപ്പം എനിക്കത് കേൾക്കാൻ പറ്റിയിട്ടാ. പിന്നെ ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ട് ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ബാമ്മ പോവാന്ന്. അപ്പോഴത്തേക്ക് ചെമ്മും ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഉണ്ടായത് കൊണ്ട് ഓളെ കിട്ടിയിട്ടാ. പിന്നെ ഞാൻ കുറച്ച് നേരം ഉണ്ടായിന്. പിന്നെ എസിയും അയനും കളിയോടെ കളി. പിന്നെ ഒന്ന് ചിന്തിച്ചിട്ടാ കുറച്ച് നേരം അവിടെ ഇരുന്നു. പക്ഷെ എനിക്ക് കഴിയുന്നുണ്ടായിട്ടാ. എനിക്കൊരിക്കൽ പരിക്കെത്തിയാൽ മതിയായിരുന്നു എന്ന് തോന്നി. അത്രയും ടയർഡാകുന്നുണ്ടായിരുന്നു. ഒട്ടും കഴിയുന്നുണ്ടായിരുന്നു. എനിക്ക് ബാക്ക് പെയിനും എല്ലാം ഭയങ്കര എത്തിരി തുടങ്ങി. അപ്പോഴത്തേക്ക് എനിക്ക് ഈ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ. പിന്നെ അത് ബില്ല് അവരെ പാട്ട് സ്റ്റാർട്ടായിട്ടുണ്ടായിന്. അപ്പോഴത്തേക്ക് ഞാൻ പെരക്ക് പോയിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം, അടുത്ത വീഡിയോ കാണാം. ബൈ.